സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദൈവലോകമാതാവേ ശരണമയ്യപ്പ. മണികണ്ഠസ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ മൈലക്കൊട്ടത്തുമന എം.എൻ. രജികുമാർ നീലകണ്ഠൻ നമ്പൂതിരി, മുൻ മാളികപ്പുറം മേൽശാന്തി. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. വളരെ പ്രത്യേകത ഉള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. ജനുവരി 10 വെള്ളിയാഴ്ച വൈകുണ്ഠ ഏകാദശി, സ്വർഗവാതിൽ ഏകാദശി ഒക്കെ വരുന്ന ദിവസം. ഈ വെള്ളിയാഴ്ച ഒരു പ്രത്യേകത കൂടി, കാർത്തിക നക്ഷത്രമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് കൂടി പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്ന ദിവസം, എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാകുന്ന ദിവസം, എല്ലാ നല്ല കാര്യങ്ങളും നടക്കുന്ന ഒരു ദിവസമാണ് ഈ സ്വർഗവാതിൽ ഏകാദശി. പിതൃമോക്ഷമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഏകാദശി വ്രതം എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. ദശമി അന്ന് മുതൽ ആരംഭിച്ച് ദശമിയുടെ അന്ന് ഒരിക്കൽ ഊണ് നടത്തി, ഏകാദശിയുടെ അന്ന് പൂർണ്ണ ഉപവാസമെടുത്ത് ദ്വാദശിയുടെ അന്ന് പാരണ വീടിയാണ് നമുക്ക് ഏകാദശി വ്രതം. അങ്ങനെയാണ് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. ഒരു മാസം 2 ഏകാദശികളാണ് വരുന്നത്. അതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി. ഈ ദിവസം നമ്മൾ പ്രത്യേകം, അതുപോലെ കൃഷ്ണൻ കുചേലനെ കുബേരനാക്കിയ ദിവസമാണ്. കൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ തളർന്നു കിടന്ന അർജുനന് ഗീത ഉപദേശിച്ച ദിവസമാണ്. അതുപോലെ ഏകാദശി ദേവി ഇന്ദ്രന് തൻ്റെ ദേവലോകം മുരാരി എന്ന അസുരനിൽ നിന്ന് നേടിക്കൊടുത്ത ഒരു ദിവസമാണ് ഏകാദശി എന്ന ദേവി. ആ ദേവിയുടെ പേരിലാണ് ഏകാദശി വ്രതം ആചരിക്കുന്നത്, അങ്ങനെയും പറയുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ ദ്വാദശ നാമങ്ങളും നാളെ ജപിക്കുന്നത് ഉത്തമമാണ്. പത്മനാഭൻ എന്ന ഒരു നാമത്തിൽ ആ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. അപ്പോൾ നാളെ പ്രധാനമായിട്ടും മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയുടെയും നാമം ജപിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം, മഹാലക്ഷ്മി അഷ്ടോത്തരം, കനകധാര സ്തോത്രം ഒക്കെ ജപിക്കുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്, വളരെ ഉത്തമമാണ്. അപ്പോൾ ഇങ്ങനെ നാളെ ജപിക്കാനായിട്ട് പറ്റുന്ന വളരെ ലളിതമായ 2 മന്ത്രങ്ങളാണ് ഞാൻ പറയുന്നത്. മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും സർവൈശ്വര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ എന്നല്ല എല്ലാ ദിവസവും ജപിക്കാവുന്ന മന്ത്രമാണ്. എന്നാലും നാളത്തെ പ്രത്യേകിച്ച് നാളത്തെ ഒരു ദിവസം, ആ ജനുവരി 10 വെള്ളിയാഴ്ചത്തെ ദിവസം ജപിക്കേണ്ട ഒരു മന്ത്രം അത് ഇപ്രകാരമാണ്: ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഓം മഹാലക്ഷ്മിയെ വിദ്മഹേ വിഷ്ണുപ്രിയായ ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. ഓം മഹാലക്ഷ്മിയെ വിദ്മഹേ വിഷ്ണുപ്രിയായ ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. ഈ 2 മന്ത്രങ്ങളും ഒരു നെയ്വിളക്ക് വെച്ച് 21 പ്രാവശ്യം ജപിക്കൂ. സർവൈശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാൻ இன்னைக்கு சொல்ல போன மந்திரம் என்னது, இன்னைக்கு சொல்ல போகிற காரியம் என்றது சொர்க்கவாதில் ஏகாதசி, வைகுண்ட ஏகாதசி എന്നുള്ളത് എല്ലാവർക്കുമേ தெரியும் எப்படி ஏகாதசி விரதம் எடுக்கணும்னெல்லாம். അപ്പോൾ ഏകാദശി വ്രതത്തിൻ്റെ ഏകാദശി അന്നേക്ക് ഫുൾ ഉപവാസം വേണ്ടിയത്. അന്നേക്ക് പിതൃക്കൾക്ക് മുന്നോറുകൾക്ക് മോക്ഷം കിടക്ക വേണ്ടിയ ഒരു ദിനം. അതേമാതിരി നമുക്ക് എല്ലാം നല്ല കാര്യങ്ങൾ നടക്ക വേണ്ടിയ ഒരു ദിനം, നല്ല പ്രാർത്ഥന പണ്ണ വേണ്ടിയ ഒരു ദിനം കൃഷ്ണൻ കുചേലനുക്ക് കുബേരനാക്കിയ ദിനം. അതുമാതിരി കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ അർജുനനുക്ക് ഗീത ഉപദേശം പണിയ ദിനം. ഏകാദശി എന്ന മഹാവിഷ്ണു അനുഗ്രഹത്താൽ വന്ന അമ്പാൾ ഇന്ദ്രനുക്ക് ദേവലോകം തിരുപ്പിക്കൊടുത്ത മുരാരി എന്ന അസുരന് യുദ്ധം പണി അതിൽ നിന്ന് ഇന്ദ്രനുക്ക്, മുരാരി എന്ന അസുരനിൽ നിന്ന് ഇന്ദ്രനുക്ക് ദേവലോകം കൊടുത്ത ദിനം. ഏകാദശി അമ്പാളുടെ നാമത്തിൽ ഏകാദശി വ്രതം ആചരിക്കരുത് എന്നും சொல்கிறது. അപ്പോൾ നാളേക്ക് മഹാവിഷ്ണുവിനും മഹാലക്ഷ്മിക്കും വളരെ പ്രാധാന്യമുള്ള ദിനം. അതേമാതിരി മുരുകസ്വാമിക്ക്, സുബ്രഹ്മണ്യ സ്വാമിക്കും പ്രാധാന്യമുള്ള ഒരു ദിനം. നാളേക്ക് കാർത്തിക നക്ഷത്രം കൂടി വരുന്നത്. അതിനാൽ നാളേക്ക് മഹാവിഷ്ണു മഹാലക്ഷ്മിയെ പ്രാർത്ഥന பண்ணணும், സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥന பண்ணணும். നാളേക്ക് ரொம்ப ஜபம் பண்ணி வேண்ட சிம்பிளான ஒரு மந்திரம் தான் இன்றைக்கி நான் சொல்கிறது. 2 மந்திரம், ஒன்று மகாவிஷ்ணு மந்திரம், ஒன்று மகாலட்சுமி மந்திரம். அந்த மந்திரம் இப்படி தான்: ஓம் நாராயணாய வித்மஹே வாசுதேவாய தீமஹி தன்னோ விஷ்ணு பிரச்சோதயாத். ஓம் மகாலட்சுமியை வித்மஹே விஷ்ணுப்ரியாய தீமஹி தன்னோ லக்ஷ்மி பிரச்சோதயாத். ஓம் நாராயணாய வித்மஹே வாசுதேவாய தீமஹி தன்னோ விஷ்ணு பிரச்சோதயாத். ஓம் மகாலட்சுமியை வித்மஹே விஷ்ணுப்ரியாய தீமஹி தன்னோ லக்ஷ்மி பிரச்சோதயாத். இந்த मंत्रम जप பண்ணிடுங்க. सर्वैश्वര്യങ്ങളും എല്ലാവർക്കും கிடைக்கட்டும். आज हम बात करते हैं
कई एकादशी व्रतों के बारे में बोलते हैं। एकादशी व्रत के वो दिन में भगवान कृष्ण ने कुचेल को कुबेर बना दिया दिन है, और भगवान कृष्ण ने कुरुक्षेत्र युद्ध में अर्जुन को गीत उपदेशम किया दिन है, और एकादशी देवी ने, वो एकादशी माता ने युद्ध करके मुरारी असुर से वो देवलोक भगवान इंद्र को वापस दिया दिन ये एकादशी व्रत। इसे ही वैकुंठ एकादशी बोलते हैं। वो दिन में, ये दिन में भगवान वैकुंठ का द्वार खुलाते हैं, इसलिए सभी पितृओं को प्राधान्य दिन है और सभी ऐश्वर्य का दिन है ये एकादशी। इसलिए महाविष्णु महालक्ष्मी को प्रार्थना करो। कल कार्तिका नक्षत्र आते हैं, इसलिए कृतिका नक्षत्र आते हैं, इसलिए सुब्रमण्य स्वामी को प्रीति को भी प्रार्थना कीजिए। कल जपम करना मंत्र ये है, ओम नारायणाय विद्महे वासुदेवाय धीमहि तन्नो विष्णु प्रचोदयात्। ओम नारायणाय विद्महे वासुदेवाय धीमहि तन्नो विष्णु प्रचोदयात्। ओम महालक्ष्मी विद्महे विष्णुप्रियाय धीमहि तन्नो लक्ष्मी प्रचोदयात्। ये दोनों मंत्र और नैदीप जलाकर जपम कीजिए। सर्वैश्वर्य सभी को आने के लिए प्रार्थना करते हैं। स्वामी शरणमय्यप्पा।